നീ വിടരി, ഞാൻ നത്തിനെ കണ്ടുവരാം. ഞാനും വരാം വേദനിക്ക. വേണ്ട, നത്ത് നിന്നെ കണ്ടാ വിടൂല. നൂൺ ഷോക്ക് തിയേറ്ററിൽ എത്തിച്ചേരാൻ പാർട്ടിയോട് അഡ്വാൻസ് വാങ്ങിയതാ. കാശല്ലേ? നത്തിന്റെ കാശ് നമ്മളെ സ്വന്തം കാശാ, അത് എപ്പോഴും ഉണ്ടാവും. ഇത് ആരാന്റെ പോക്കറ്റ് കയറുന്ന കാശല്ലേ. അവന്റെ പൊന്നു മോള് ഇവിടെ ഇരിക്കട്ടാ. ഇതാണ് പറഞ്ഞത്. എന്റെയും പറയുമ്പോ മൂന്ന കണിപ്പിക്കും. മൊയ്തിക്കല്ലേ പറയണേ, പൊന്നു മോള് ഇവിടെ ഇരിക്കും. ഫ്ലവറിൽ വെച്ച നാട്ടിൽ വെച്ചോ. ഫ്ലവർ ചതിയനാ. ഞാൻ പറഞ്ഞു കേട്ടോ, മറ്റേ കാശിഞ്ഞും പോകും. രണ്ടു വെച്ചാ 4, ഒന്ന് വെച്ചാ 2. പൊക്കാൻ പോകുന്നു, പൊക്കാൻ പോകുന്നു, പൊക്കാൻ പോകുന്നു, പൊക്കുന്നു. 1 2 3 ആ കമ്പനിക്ക് കള്ളക്കളി കളിച്ച് കാശ് പിടുങ്ങുന്ന പന്നി. എന്റെ 300 രൂപ നീ പിടുങ്ങി. നിന്റെ കള്ളക്കളി നീ അവസാനിപ്പിക്കടാ പട്ടി. ചതിക്കരുത്, പാവാണ്. പോയിക്കോ. ഒന്ന് പറഞ്ഞ കത്തി രണ്ടാമത് കുത്ത്. അതാണ് നത്ത്. ഇതിനെ കരിമ്പായി അതിന് ഞമ്മക്കെന്താ? അയാളെ പണിയോട്ടെ. എന്താ പേടിയുണ്ടോ? ഏയ് നമ്മളെന്തിനാ പഠിക്കുന്നത്? എടാ തത്തേ, എന്തോ ഞാൻ ചെല്ല്. ആ വിളിക്കുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളെ മുമ്പിൽ സംസാരിക്കുന്നോടത്ത്? ചെല്ലേന്ന് ഇവിടെ വരാനല്ലേ പറഞ്ഞ? നിന്റെ 10 പൈസയില്ല. വേണ്ട, പെണ്ണ് കെട്ടിട്ട് ഒരു വാക്ക് മുണ്ടിയില്ലല്ലേ പായ. പോയിട്ട് കൂട്ടിക്കൊണ്ടേ. നമ്മളെ ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ്? ഞാൻ പോവാണ്, എനിക്ക് ഓട്ടണ്ട്. നിനക്ക് ഓട്ടം ഉണ്ടാവൂലോ, കാശ് തീർന്നല്ലോ. ഒരു പ്ലേറ്റ് ഇറച്ചി കൂടെ എടുത്ത്. ഇത് എത്രാമത്തേടെ നാരായണ? തനിക്ക് മുടക്കൊന്നുമില്ലല്ലോ. എന്നാലും ഒരു മര്യാദ വേണ്ടേ? കഴിക്കട്ട് പയലിച്ചേട്ടാ, ഒറ്റ തടിയല്ലേ. നാരായണ, നിന്നെ അന്വേഷിച്ച് ഒരാൾ വന്നിരിക്കുന്നു. ആരാണെന്ന്? നീ ആള് കാഞ്ഞ വിത്താണല്ലോടാ. ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? ഇവിടെ ഉണ്ടിട്ടാ. എന്റെ നാരായണൻ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കാക്കി പറ്റിച്ചു പോന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അറിയില്ലെന്നേ, എന്ത് പ്രശ്നമായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാലോ. എന്ത് കഷ്ടടാ നീ കാണിക്കണേ? കെട്ടി പെണ്ണിനെ ആരെങ്കിലും കരയിപ്പിക്കുവോ? അതിന് ഞാനങ്ങനെ ശരിക്കും കെട്ടിയിട്ടൊന്നുമില്ല. അത് കൊള്ളാമല്ലോ. ആരെ പറഞ്ഞ എന്നെ കെട്ടിയിട്ടില്ല എന്ന്? കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് എന്റെ കഴുത്തി താലി കെട്ടിയതും മാല ഇട്ടതും ഒക്കെ അങ്ങ് മറന്നോ? ഏത് കൃഷ്ണൻ? ഭഗവാൻ കൃഷ്ണൻ. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയുകയും ചെയ്തു. നേരാണോടാ ഇവിടെ പറയണത്? മാലയിട്ട് നേരാണ്. ഒരുമിച്ച് കുറച്ചു ഒരു വീട്ടിലുണ്ടാകുകയും ചെയ്തു. പക്ഷെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവരെന്താ കെട്ടിയോളൊന്നുമല്ല. അയ്യോ എന്റെ ഈശ്വരാ, ഞാൻ ചാവുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇപ്പൊ കിട്ടി. ഇവിടെ പറ്റില്ല. ഇത് എന്റെ കടയാ. കാര്യം ഭർത്താവ് വേഗം പുറത്തേക്ക് ഇറങ്ങി. എത്ര കാശായി? 19 രൂപ. ഇത് എങ്ങോട്ടായി പോന്നെ നാരായണേട്ടാ? എങ്ങോട്ടാ നാരായണേട്ടായി പോന്നെ? എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകും. എനിക്ക് വീടില്ലടി. എന്നാ എന്റെ കൂടെ വാടക വിടാനാലും നമുക്ക് അവിടെ കഴിയാം. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എന്നെ നാട്ടിക്കാൻ വന്നോണ്ടല്ലോ ചവിട്ടി ഒരു കൊടുത്തോളം ഞാൻ. എടാ നാരായണ, അവള് പറയുന്നു. അവന്റെ അമ്മയുടെ ഒരു മധ്യസ്ഥം. എന്നോട് കളിച്ചാണ്ടല്ലോ കൊന്നേ കടലിൽ തത്തും. ഇനി മേലാൽ ഈ പരിസരത്ത് കൊണ്ടുപോരും. 100 രൂപയോ? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ? ഞാൻ പോട്ടെ, എന്നെ മറക്കരുത്. ഒഴിവ് കിട്ടുമ്പോ അങ്ങോട്ട് വരണം. ഞാൻ കാത്തിരിക്കും. വാങ്ങണ്ടില്ലേ ഒരു ഗൗരവം? ഒന്ന് ചിരിച്ചേ. പോട്ടെ. എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ താഴേണ്ട അടുത്ത് ഭൂമിയോളം താഴും. പക്ഷെ ഇടഞ്ഞാണ്ടല്ലോ കൊല്ലും, ഞാൻ കൊല്ലും. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയല്ലേ. പിന്നെ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നത്? 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് രൂപയാണ് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അതവന്റെ അപ്പം തരൂ. ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കി. അയാള് പിടിച്ച മുയലിന് 3 കൊമ്പാ. ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവന് ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്തലുണ്ടാവില്ല. പിന്നൊരു വഴിയുണ്ട്. അയാളെ ട്രാൻസ്ഫർ ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുമോ? അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല. നടക്കും. ലീവ് എടുപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. അതെ, 2000 മുതലിക്കില്ല, 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവർ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ,
ഏതായാലും 2 അടി പൊട്ടും. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെന്താ നിവർത്തി? ആണെന്ന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ പറയ്ക്കും. ചോര കണ്ട് കൊതി മാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും. അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പറയാൻ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. ആ വേണം. ആ മിണ്ടിപ്പോടുന്നു. മിണ്ടിയ നായക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കണം. പോലീസ് നാരായണ പുല്ലാടാ. പുല്ല് വാടാ വാടാ. അടുക്കരുത് അടുക്കരുത്. അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടിയുള്ള ചുഴലിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിടിക്ക് പെൻസിൽ പോലെ നോക്കിയവനാണ്. പോടാ. നേരെ 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി. ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ആ അവിടെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു സർക്കിട്ടിലായിരിക്കുന്നു. വരേന്ന് മൂപ്പർ റെസ്റ്റ് എടുക്കുക. മനസ്സിലായോ ഭാസ്കരൻ നായർ? അങ്ങനെ മനസ്സിലാവുന്നെന്താ? ഞങ്ങളെ കസ്റ്റമേഴ്സിനെ മറക്കുന്ന ആളുകളല്ല. എന്നെ ഒന്നുകൂടെ സഹായിക്കണം. എനിക്ക് പറ്റില്ല. വേറെ ആളെ നോക്കും. ഇത് വാടക കേസല്ല, അതിലും വലിയ പ്രശ്നമാണ്. അതായത് നാരായണ മൂപ്പര മോള് ഏതൊരു പയ്യനായിട്ട് ലപ്പിലാണ്. അതൊന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. പീഡിപ്പിച്ചാ പോരാ, 2 അടിയും കൊടുക്കണം. അടി 2ഓ 3ഓ ഞങ്ങൾ കൊടുത്തോളാം. ഞങ്ങൾ പറഞ്ഞ പൈസ തരേണ്ടി വരും. ഇതിനെ ആ പണി ഞാൻ നിർത്തി. മേലാൽ ഇത്തരം കാര്യങ്ങളോട് എന്റെ അടുത്ത് വരരുത്. അങ്ങനെ പറയരുത്. ഇത് കൂടി ചെയ്തിട്ട് നിർത്തിക്കോ. തന്നെ കൊന്നിട്ട് നിർത്താം. മതിയോ? കാശ് കാണിച്ച് മനുഷ്യനെ തല്ലിക്കുകയും കൊല്ലിക്കുകയും ചെയ്യിച്ചു മനസ്സമാധാനവും കളഞ്ഞു. വേണ്ടതും വേണ്ടാത്തതൊക്കെ തലയിലിട്ട് പുകച്ചു. ഇറങ്ങി പോകണം. പോകാൻ. നാരായണ അതെന്ത് പറ്റി? തേങ്ങാക്കൊല. ഇറങ്ങി പോകണം. പങ്ങളെവിടെ ഞാൻ ചോദിച്ചിട്ട് വരാം. വേണ്ട, എനിക്കറിയാൻ ചോദിക്കാം. മൂപ്പിലെ എന്റെ കെട്ടിയവനെ കണ്ടോ? കെട്ടിയാനോ? ആ. ഇത് ഏതാണ്? നമ്മളെ നത്തിന്റെ പെണ്ണാ. ഓ, അത് നാട്ടിന്റെ പെണ്ണ് നിന്റെ കെട്ടിയോള്. ഞാൻ നാരായണേട്ടന്റെ ഭാര്യ. മൂപ്പിലെ പറ, എന്റെ നാരായണേട്ടനെ കണ്ടോ? ഞാൻ കണ്ടിട്ട് 1-2 ആഴ്ച. ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല. ഓ, ബോട്ടുകടവിൽ നോക്കി, ചായക്കടയിൽ നോക്കി, ഷാപ്പായ ഷാപ്പൊക്കെ തിരക്കി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും? ഇവിടെ എങ്ങും കണ്ടില്ലെങ്കിൽ പിന്നെ ഓ, എവിടെ എവിടെ ആയാലും നമുക്ക് പോയി അന്വേഷിക്കാം. വാടോ. അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് കയറി ചെല്ലാൻ പറ്റുമോ? എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ആ ശാന്തം ഒരു പ്രത്യേക സ്വഭാവക്കാരത്തിയാ. ശാന്തമ്മയോ? ഏത് ശാന്തമ്മ? എന്റെ ദൈവേ, വെറുതെയാണോ എന്റെ കെട്ടിയോൻ എന്നെ തിരിഞ്ഞു നോക്കാത്തെ? എന്റെ കെട്ടിയോനെ മൈക്ക് എടുത്തോളം ഞാൻ കൊല്ലും. കൊല്ലലൊക്കെ റോട്ടില്. ഇവിടെ വാടോ, പറ്റില്ല. വാടോ, പോയി അന്വേഷിക്കാം. വണ്ടിയെടു. ആ, അതേ നത്ത്. നത്ത് തന്റെ അച്ഛൻ. നാരായണേട്ടാ, നാരായണേട്ടാ, അവിടെ നിൽക്ക് നാരായണേട്ടാ. എന്താ നാരായണേട്ടാ ഇങ്ങനെ? അവിടെ നിൽക്ക് നാരായണേട്ടാ. നാരായണേട്ടാ, നാരായണേട്ടാ, ഓമനയാ വിളിക്കുന്നെ. അവിടെ കരവിൽ നിന്നോ നാരായണേട്ടാ. അയ്യോ, എനിക്ക് വയ്യ. അയ്യോ. വണ്ടിയിടോ, വണ്ടിയിടോ. നമ്മളെ കൊല്ലാം. വണ്ടിയെടുത്തോ, ചാടിയിടോ അങ്ങോട്ട്. ഉറക്കം തൂങ്ങി അങ്ങോട്ട് എടുക്കണോ. ഓ, അയ്യോ, ഈയുടെ ഒരു മോണൊക്കെ വണ്ടി. അയ്യോ, അയ്യോ. എടാ, വേഗം അങ്ങോട്ട്. ഓ. നീ കണ്ടിട്ടുണ്ടോ ഈ സാധനത്തിനെ? അട്ട പിടിക്കുന്ന പോലെ പിടിക്കും. ഇരിക്കണം പണ്ടാരം. നീ എങ്ങോട്ടാ ഓടുന്നേ? വാ.
എന്തു പണിയാ നാരായണേട്ടായി കാണിച്ചത്? എവിടൊക്കെ എന്നെ നടത്തിച്ചു. വെളുപ്പിന് 7 മണിക്ക് വന്നതാ. എന്നോട് ഇത്ര സ്നേഹമില്ലാണ്ടായല്ലോ. എന്നെ കണ്ടിട്ടും കാണാത്ത മട്ടി പോയില്ലേ? എന്തു തെറ്റാ ഞാൻ ചെയ്തത്? അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു. സാധിക്കാനെങ്കിൽ എന്നെ വലിയ ഇഷ്ടമായി. എന്നെ ഇരുത്തി കൂട്ടുക. കണ്ടോരെ പിടിച്ച് വയറ്റിലുണ്ടാക്കിട്ട് അവന്റെ തോളെ വെച്ച് കെട്ടിയാലുണ്ടല്ലേ ഇടിച്ചിന്റെ പണ്ടതാ കിടക്കും. വേണ്ട ഏട്ടാ, അവരോട് പറഞ്ഞു മനസ്സിലാക്കി. എവിടെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്ക് വയറ്റിലില്ല രാമചേട്ടാ, ഞാനൊരു നുണ പറഞ്ഞതാ. ഇടി നീ പിന്നെ അവന്റെ കരുതൽ തോന്നിയതിനാ? അതെനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോ വലിയ ഇഷ്ടമായി. ആഹാ, എങ്കിലേ ചേട്ടന് നിന്നെ തീരെ ഇഷ്ടമല്ല. അതെനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമന എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നത്?